ഹലോ ഹലോ എല്ലാവരും സുഖമാണോ? ഞങ്ങളിവിടെ എല്ലാവരും സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഞാൻ ഓരോ ദിവസവും യൂട്യൂബിനെ കുറിച്ച് പഠിച്ചിട്ടും വായിച്ചിട്ടും കേട്ടിട്ടും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ വായിച്ചിടത്തോളം പഠിച്ചിടത്തോളം എനിക്ക് ഒരു കാര്യം എല്ലാത്തിലും ഞാൻ കോമൺ ആയിട്ട് കണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തംബ്നെയിൽ, യൂട്യൂബ് വീഡിയോസിൽ ഇടുന്ന തംബ്നെയിൽ അട്രാക്റ്റീവ് ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോസിന് ഞാൻ ക്യാൻവ ആപ്ലിക്കേഷനാണ് കേട്ടോ തംബ്നെയിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണ ഒരു 2-3 മെത്തേഡ്സ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ തന്നെയാണ് പഠിച്ചു വന്നത്. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും, പിന്നെ പുതിയതായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഞാൻ ക്യാൻവ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് യൂട്യൂബ് തംബ്നെയിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് എന്താന്ന് വെച്ചാൽ നമുക്ക് എക്സാക്ട് സൈസ് കിട്ടും കേട്ടോ. യൂട്യൂബിൻ്റെ തംബ്നെയിലിൻ്റെ എക്സാക്ട് സൈസ് അപ്പോൾ നമുക്ക് കിട്ടും. നമുക്ക് അതിൻ്റെ എഫേർട്ട് വേണ്ട, അതിൻ്റെ ലെങ്ത് എത്ര, വിഡ്ത്ത് എത്ര, ഹൈറ്റ് എത്ര എന്നൊന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഒരുപാട് നമുക്ക് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. പക്ഷേ ചില ടെംപ്ലേറ്റ്സ് പ്രോ യൂസേഴ്സിനാണ് കേട്ടോ, പെയ്ഡ് വേർഷൻ ആണ് ചില ടെംപ്ലേറ്റ്സ്. ഈ ക്രൗൺ ഐക്കൺ കാണാണ്ടല്ലോ, ഈ ഐക്കൺ ഉള്ള ടെംപ്ലേറ്റ്സ് ഒക്കെ പെയ്ഡ് യൂസേഴ്സിനുള്ളതാണ്. പിന്നെ ഈ ഐക്കൺ ഇല്ലാത്ത ടെംപ്ലേറ്റ്സ് നമുക്ക് ഫ്രീലി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. അത് ഞാൻ പിന്നീട് കാണിക്കാം. ആദ്യം ഞാൻ ബ്ലാങ്ക് ക്യാൻവാസ് എടുത്തിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ആദ്യം കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രിയേറ്റ് എ ബ്ലാങ്ക് യൂട്യൂബ് തംബ്നെയിൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്ലാങ്ക് വൈറ്റ് ക്യാൻവാസ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. പിന്നെ എല്ലാവരും ഇപ്പോൾ എസ്തറ്റിക് മോഡിലാണല്ലോ. അപ്പോൾ ഒരു എസ്തറ്റിക് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ സൂപ്പറായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ക്രോമിൽ പോയിട്ട് ഒരു എസ്തറ്റിക് ഹോം ബാക്ക്ഗ്രൗണ്ട് എന്ന് പിൻട്രസ്റ്റിലേക്ക് ഇടുക. അപ്പോൾ പിൻട്രസ്റ്റിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു എസ്തറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതാണ് തൽക്കാലം സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പോയിട്ട് ഇനി ഇവിടെ അപ്ലോഡ്സ് ഉണ്ടല്ലോ, അപ്ലോഡ്സിൽ അപ്ലോഡ് ഫയൽ ചൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ആ ഇമേജ് ഇവിടുന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എടുത്തിട്ട് ഇതൊന്ന് സ്ട്രെച്ച് ചെയ്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ടെംപ്ലേറ്റിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്കത് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അങ്ങനെ ഫിറ്റ് ചെയ്യാം കേട്ടോ. ആ ഒരു ലീഫിൻ്റെ ഉണ്ടല്ലോ, ആ ഒരു പ്ലാന്റ് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അക്കോർഡിംഗ്ലി ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ എന്താ വെച്ചാൽ ഒരു എസ്തറ്റിക് ഫീൽ കൊടുക്കും നമ്മുടെ തംബ്നെയിൽസിന്. അപ്പോൾ അതാണ്. പിന്നെ നമുക്കൊരു ഓവർലേ എഫക്റ്റ് കൊടുക്കണം, എന്നാലാണ് നമ്മൾ മുകളിൽ എഴുതുന്ന ടെക്സ്റ്റ് അതിൽ വിസിബിൾ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എലിമെൻറ്റ്സിൽ പോവുക. എലിമെൻറ്റ്സിൽ ഇവിടുന്ന് ഒരു ഷേപ്പ്, ഒരു റെക്ടാങ്കിൾ ഷേപ്പ് എടുക്കുക. പിന്നെ ഇതിൻ്റെ കളറ് ബ്ലാക്ക് കൊടുക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ കൊടുക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ വൈറ്റ് ആയിരിക്കണം. അങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ബ്ലാക്ക് ആണ് എടുക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്കൊരു ട്രാൻസ്പെറൻസി ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പോയിട്ട് ഇതൊന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ഒരു 40-41 അങ്ങനെയൊക്കെ കൊടുക്കാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ്, ഇനി നമുക്ക് നമ്മുടെ ഫോട്ടോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ, എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഒരു ഫോട്ടോ എന്തായാലും എടുത്തു വെക്കുക കേട്ടോ, ലോങ് വീഡിയോന് പ്രത്യേകിച്ചും. ഞാനും ആദ്യമൊക്കെ ഒരുപാട് പ്രാവശ്യം മറക്കാറുണ്ടായിരുന്നു. പിന്നീട് ഞാനും പിന്നെ ഫോട്ടോ എടുത്തു വെക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ remove.bg.upload എന്നുള്ള സൈറ്റ് ഉണ്ട്. അത് നമുക്ക് നോർമലി തന്നെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് ക്രോമിലിട്ടാൽ നമുക്ക് ഈ ഒരു സൈറ്റ് കിട്ടും. അതെന്തിനാ വെച്ചാൽ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് ഒരു ഫോട്ടോ മാത്രമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോ മാത്രമായിട്ട് ഇതിന്ന് ഈ രൂപത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന്ന് ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ പ്രീവ്യൂ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഇതിന്ന് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ക്യാൻവസിൽ പോയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അപ്ലോഡ് ചെയ്തുല്ലോ, അതേപോലെ തന്നെ അപ്ലോഡ് ഫയൽസിൽ പോയിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ അത് ഇവിടെ ഇങ്ങനെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി നമ്മുടെ ക്യാൻവസിലേക്ക് ഒന്ന് വരുത്താം. ഓക്കെ, ഇതിൽ നമുക്ക് ഒന്നിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവറിന് വേറെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. അത് നമുക്ക് മൊബൈലിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അഡോബ് എക്സ്പ്രസ്നോ അങ്ങനെ എന്തോ ആണ് പേര്. ഞാൻ എക്സാക്ട്ലി പേര് നോക്കിയിട്ട് സ്ക്രീനിൽ ടൈപ്പ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. അത് കുറച്ചും കൂടി വീഡിയോന് ക്ലാരിറ്റി, ആ ഇമേജിന് ക്ലാരിറ്റി കൊടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സൈറ്റിൻ്റെ കമ്പാരിറ്റീവ്ലി കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം. പിന്നെ ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോ ഞാൻ അങ്ങനെ ഇതിലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ
നമുക്കിനി ടെക്സ്റ്റ് ഇടണം. ഇവിടെ ഈ ടെക്സ്റ്റ് ഐക്കൺ ഉണ്ടല്ലോ, ഈ ടെക്സ്റ്റ് ഐക്കണിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ആഡ് ടെക്സ്റ്റ് ബോക്സ് ഇടാം, അല്ലെങ്കിൽ ഒരു ഹെഡിങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹെഡിങ് ഫോർമാറ്റിൽ തന്നെ എൻ്റെ ഹെഡിങ് ഇട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു ഹെഡിങ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മുകളിലൊരു ഹെഡിങ് ഇട്ട് കൊടുക്കുകയാണ്. കസ്റ്റമൈസ് യുവർ യൂട്യൂബ് തംബ്നെയിൽ. ഓക്കെ, ഇനി ഇതിൻ്റെ കളർ നമുക്കൊന്ന് വൈറ്റ് ആക്കി കൊടുക്കാം, എന്നാലാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ഓക്കെ, യൂട്യൂബ് തംബ്നെയിൽ. ഓക്കെ, അപ്പോൾ ഇത് ഫിറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഈ ക്യാൻവാസ് സാൻസ് എന്നുണ്ടല്ലോ, അതിലിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫോൺസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺസ് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ടെക്സ്റ്റിന് യൂസ് ചെയ്യണത് മഗ്നോളിയ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോണ്ട് ഉണ്ട് കേട്ടോ. അത് എനിക്ക് അതാണ് ഇഷ്ടം. അപ്പം ഞാൻ അതാണ് യൂസ് ചെയ്യുക. ഇങ്ങനെ മെയിൻ ഹെഡിങ്ങിന് അറ്റ്ലീസ്റ്റ് ഞാൻ അതാണ് കേട്ടോ യൂസ് ചെയ്യുക. ആക്കി കൊടുത്തിട്ടുണ്ട്. കസ്റ്റമൈസ് യുവർ യൂട്യൂബ് തംബ്നെയിൽ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു യൂട്യൂബിൻ്റെ ലോഗോവും ഒക്കെ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഓൺലൈന് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. യൂട്യൂബിനെ പറ്റിയാണല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഐക്കൺ അങ്ങനെ അപ്ലോഡായി വരും. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഈസിലി ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതും ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ, 2 ഡെമോ അല്ലെങ്കിൽ എന്താ പറയുക, എക്സാമ്പിളോ അങ്ങനെ ഒരു 2 എണ്ണം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് എൻ്റെ അടുത്തുള്ള എക്സിസ്റ്റിംഗ് തംബ്നെയിൽസ് ഉണ്ടല്ലോ, ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, അതിലത്തെ ഓരോ ഫോട്ടോസ് എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കണ്ടന്റ് എന്താ വെച്ചാൽ അതിൻ്റെ അക്കോർഡിംഗ്ലി വേണം കേട്ടോ തംബ്നെയിൽ ഉണ്ടാക്കാൻ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഹൗ ടു വീഡിയോ ആയത് കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സാമ്പിൾ ആഡ് ചെയ്യണം. ഹൗ ടു വീഡിയോ ആണല്ലോ, എങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുള്ള വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഓരോ സാമ്പിൾ വീഡിയോ ആഡ് ചെയ്യണം. കണ്ടോ, ഇതിലും ഞാൻ അതേ ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് എസ്തെറ്റിക് ബാക്ക്ഗ്രൗണ്ട് ആണ്, അതാണ് ഞാൻ അതന്നെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ അങ്ങനെ 2 തംബ്നെയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. ഒരു ബോർഡറൊക്കെ കൊടുത്ത്. ഓക്കെ, പിന്നെ ബോർഡറിൻ്റെ കളർ നമുക്ക് വെള്ളയാക്കി കൊടുക്കാം. അതേപോലെ ഇപ്പോൾ ഒരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ സെയിം ഡിസൈൻ നിങ്ങൾക്ക് ഈ ഒരു ഇമേജിന് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഗൈൻ ഞാൻ ചെയ്ത മെത്തേഡ് പിന്നെയും ചെയ്യാണ്ട് ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, കോപ്പി സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ആരോ നോക്കണേ, എൻ്റെ മൗസിൻ്റെ ആരോ നോക്കണം. ഈ കോപ്പി സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഏതിലേക്ക് ആ സെയിം സ്റ്റൈൽ വേണ്ടത് വെച്ചാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് രണ്ടും ഒരേപോലെ ഒരേ സ്റ്റൈലായി കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് അഗൈൻ സെക്കൻഡ് ടൈം സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണ്ട. അപ്പോൾ ഇതൊരു ഈസി ടിപ്പാണ്. പിന്നെ ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ടൈറ്റിൽ ഇട്ടു, 2 എക്സാമ്പിൾ ഇട്ടു, നമ്മുടെ ഫോട്ടോ ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കീവേഡ്സ് ആഡ് ചെയ്യണം. അപ്പോൾ കീവേഡ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ക്യാൻവ എന്നിടും. പിന്നെ കീവേഡ്സ് ഞാൻ സജസ്റ്റ് ചെയ്യുക കുറച്ച് ഈസി ഫോണ്ട് വെക്കാനാവും. കാരണം എന്താണെന്ന് വെച്ചാൽ കീവേഡ്സ് നമ്മൾ അത്ര വലിയ ഫോണ്ടിൽ എഴുതില്ലല്ലോ, ഇത്ര വലിയ ഫോണ്ടിൽ നമ്മൾ കീവേഡ്സ് എഴുതില്ല. അപ്പോൾ കീവേഡ്സ് ഈസിലി വായിക്കാൻ പറ്റണം. അപ്പോൾ അത് കാരണമാണ് കുറച്ച് ഈസി ഫോണ്ടിൽ, കുറച്ച് നമുക്ക് വായിക്കാൻ ഈസി ആയിട്ടുള്ള ഫോണ്ടിൽ കീവേഡ്സ് വെക്കണം. യൂസിങ് ക്യാൻവ ആപ്ലിക്കേഷൻ. ഓക്കെ, കുറച്ച് ചെറുതാക്കി കൊടുക്കാം. നമുക്ക് കീവേഡ്സ് അത്ര വലുതാക്കേണ്ട ആവശ്യമില്ല. യൂസിങ് ക്യാൻവ ആപ്ലിക്കേഷൻ. പിന്നെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് കീവേഡ്സ് കൊടുക്കാം കേട്ടോ. ഫോർ ബിഗിനേഴ്സ്, ഐ കാച്ചിങ് ഇമേജസ്, അല്ലെങ്കിൽ ക്രിയേറ്റ് യുവർ
thumbnail today അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എഴുതി കൊടുക്കുക കേട്ടോ. എനിക്കിപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ കിട്ടുന്നില്ല. ഞാൻ എൻ്റെ എന്തായാലും ഫൈനൽ തംബ്നെയിൽ ഈ വീഡിയോയുടെ ഇടുമല്ലോ, അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ, ഞാൻ എന്തൊക്കെ ആഡ് ചെയ്തു എന്നുള്ളത്. ഞാനിനി ഇതിൽ കുറച്ചൊക്കെ കസ്റ്റമൈസേഷൻ ചെയ്യും. എനിക്ക് ടെക്സ്റ്റിൻ്റെ ഇപ്പോൾ എക്സാക്റ്റ് ഒരു ഐഡിയ ഇല്ല എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത് ഫൈനൽ വീഡിയോ ഇടുന്ന സമയത്ത് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എന്തൊക്കെ ടെക്സ്റ്റ് ആഡ് ചെയ്യണം എന്നുള്ള ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോയുടെ തംബ്നെയിൽ ശ്രദ്ധിച്ച് നോക്കുക ഞാൻ എന്തൊക്കെ ആഡ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു തംബ്നെയിൽ സ്ക്രാച്ച് തൊട്ടിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുക. പിന്നെ ഈ ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തത് നിങ്ങൾക്ക് ഞാൻ മറ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റ് സോഫ്റ്റ്വെയർ കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ പേര് അഡോബി എക്സ്പ്രസ് എന്നാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഈസിലി ഡൗൺലോഡ് ചെയ്യാം. ഇതും എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ തന്നെയാണ്. നമ്മുടെ യൂട്യൂബിൻ്റെ പ്രൊഫൈലും ബാനറും എല്ലാതും എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും കേട്ടോ, ക്യാൻവ പോലെ തന്നെ. പക്ഷെ ഞാനിത് സ്പെസിഫിക്കലി യൂസ് ചെയ്യണത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈസിലി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആ ഐക്കൺ കണ്ടുല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏതിൻ്റെ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇത് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കാറുണ്ട് കേട്ടോ ഡൗൺലോഡ് ആവാൻ. ഇപ്പോൾ ചില ഫോട്ടോസ് ഈസിലി ഡൗൺലോഡ് ആവും, ചില ഫോട്ടോസ് ഡൗൺലോഡ് ആവാൻ കുറച്ച് സമയം പിടിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ, പക്ഷേ അത് എല്ലാവരുടെയും മൊബൈലിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടെങ്കിൽ എളുപ്പമായി കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ആ പ്ലേറ്റിൻ്റെ മാത്രമായിട്ടാണ് വേണ്ടത്, ആ ചായക്കപ്പും പിന്നെ ആ മാർബിൾ പ്ലാറ്റ്ഫോമും വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ പ്ലേറ്റ് മാത്രമായിട്ടൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ലോങ് ക്ലിക്ക് തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു പ്ലേറ്റ് മാത്രമായിട്ടൊന്നിങ്ങനെ ഹൈലൈറ്റായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ഒന്ന് അത് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് ആ ക്ലിക്കൊന്ന് വിട്ട് കഴിഞ്ഞാൽ ഒരു സർക്കിളിൽ ഇങ്ങനെ ഒരു ഹൈലൈറ്റ് ഇങ്ങനെ വട്ടം തിരിയും കേട്ടോ, കണ്ടോ, അതേപോലെ. പിന്നെ അവിടെ മുകളിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്, സേവ്, ആഡ് സ്റ്റിക്കർ എന്നൊക്കെ. അപ്പോൾ അവിടെ സേവ് എന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ ഗാലറിയിൽ ആ ഫോട്ടോ സേവ് ചെയ്ത് കിട്ടും കേട്ടോ. PNG ഫോർമാറ്റിൽ തന്നെ സേവ് ആയി കിട്ടും, കണ്ടോ. ഇതുപോലെ PNG ഫോർമാറ്റിൽ നമുക്ക് ആ ഫോട്ടോ മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്യാൻവയിൽ അവൈലബിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് ഒരു തംബ്നെയിൽ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി സ്റ്റാർട്ടിലത്തെ സ്റ്റെപ്പ് സെയിം ആണ്. യൂട്യൂബ് തംബ്നെയിൽ നിന്ന് ക്യാൻവയിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി അവൈലബിൾ ഒരുപാട് ടെംപ്ലേറ്റ്സ് കിട്ടും. ഇതിലത്തെ ഒരെണ്ണം ചൂസ് ചെയ്യാം. ഓക്കെ, ഫ്രീ ആയിട്ടുള്ളത് വേണം ചൂസ് ചെയ്യാൻ. ഫ്രീ യൂസേഴ്സ് ആണെങ്കിൽ, എൻ്റെ അടുത്ത് പെയ്ഡ് വേർഷൻ ഇല്ല, അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടുള്ള ഇതാണ് കേട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇത് എടുക്കുകയാണ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ എന്നിട്ട് കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് എടുക്കാം. ഇനി നമുക്ക് ഇതിലത്തെ എല്ലാ എലിമെൻറ്റ്സും ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഓവർലേ ഉണ്ട്, അപ്പോൾ അതിനൊന്ന് സൈഡിലേക്ക് മാറ്റുക കുറച്ച് നേരത്തിന്. ഇനി നമുക്ക് ഇതിലത്തെ ഓരോരോ ഫോട്ടോസായിട്ട് ചേഞ്ച് ചെയ്യാം കേട്ടോ. അപ്ലോഡ്സിൽ വരിക, എന്നിട്ട് അപ്ലോഡ് ഫയലിൽ നമുക്ക് അഗൈൻ നമ്മുടെ ആ ഫോട്ടോസ്, നമ്മൾ ഈ തംബ്നെയിലിൽ ഇടാൻ വെച്ച ഫോട്ടോസൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ഫോട്ടോ ആയിട്ട് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൽ കൊടുന്ന് വെച്ചാൽ മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ ഫോട്ടോ അങ്ങനെ റീപ്ലേസ് ആയിക്കോളും. പിന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം, എല്ലാതും പോസിബിൾ ആണ്. നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ എഡിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ. ഓക്കെ, ഇനി ഇവിടെ ഒരു ഫോട്ടോ കൂടി നമുക്ക് അപ്ലോഡ് ചെയ്യാണ്ട്, ഇതിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ. കണ്ടോ, ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റും ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് വേർഡ്സ് ഉണ്ട്. ഇനി നമുക്ക് ആ ഓവർലൈനെ ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവരാം, എന്നാലാണ് കറക്റ്റ്ലി വിസിബിൾ ആവും. എ ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ ഇവിടെ അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഹാപ്പി ഡേ എന്നാണ് എഴുതി കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് ഇതാക്കുകയൊക്കെ ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം.
വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അതിനൊന്ന് ചെറുതാക്കും ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഹാർട്ടിനെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഈ സൈഡിലത്തെ എലിമെൻറ്റിനെ ഒന്ന് പോയിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് മൂവ് ആവില്ല കേട്ടോ. അതേപോലെ ഇതിനെ ഒന്ന് പോയിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി എനിക്ക് വേണ്ട ആ എലിമെൻറ്റിനെ ചൂസ് ചെയ്തിട്ട് അതിനൊന്ന് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതിനൊന്ന് ചെറുതാക്കി കൊടുക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു തംബ്നെയിൽ എക്സിസ്റ്റിംഗ് ഒരു ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണി കഴിയും. എക്സിസ്റ്റിംഗ് ഒരു ടെംപ്ലേറ്റ് എടുത്തിട്ട് ജസ്റ്റ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക, ടെക്സ്റ്റ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാം, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 മെത്തേഡ് കണ്ടു എങ്ങനെ തംബ്നെയിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഈ മെത്തേഡ്സ് നിങ്ങളും ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എനിക്ക് പറ്റുന്ന രീതിയിൽ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ, പിന്നെ മുന്നോട്ട് ഞാൻ പുതിയ എന്തെങ്കിലും മെത്തേഡ്സോ ഡിസൈൻസോ എന്തെങ്കിലും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ടും കൂടി അത് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെ കണ്ടുവെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, പിന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.